അങ്ങനെ ഇന്ത്യ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ് സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് മാറുകയാണോ, ആത്മീയ ടൂറിസത്തിലേക്ക് മാറുകയാണ്. ആത്മീയ വ്യാപാരം വേറെ ഉണ്ട് കേട്ടോ. ദൈവങ്ങൾ ആത്മീയ വ്യാപാരം എന്നൊക്കെ വേറെ കഥയുണ്ട്, അത് വേറൊരു വഴിക്ക് നടക്കുന്നു. സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് ഇന്ത്യ മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു സീതാദേവിക്ക് അവിടെ ക്ഷേത്രം പണിയുക. സീതാദേവി അവിടെയാണ് ജീവിച്ചിരുന്നതെന്നും അവിടെയാണ് ഭൂമി പിളർന്നു പോയതെന്നൊക്കെ പല കഥകളുണ്ട് സീതാദേവിയെ സംബന്ധിച്ച് ബീഹാറിൽ. അങ്ങനെ ബീഹാറിനല്ലെങ്കിലും പഴയ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ബീഹാറിലെ ജനങ്ങൾ വളരെ വലിയ ചരിത്രമുള്ള, വളരെ വലിയ സംസ്കാരമുള്ളൊരു ജനതയാണ്. അപ്പോൾ അവിടെ സീതാദേവിക്ക് വേണ്ടി ക്ഷേത്രം വരുന്നു. അങ്ങനെയാണെങ്കിൽ ബീഹാറിൻ്റെ വലിയൊരു വരുമാനം സീതാദേവിയുടെ കെയർ ഓഫിൽ അവിടെ വരും. രാമക്ഷേത്രം വന്നതോടുകൂടി അയോധ്യയിൽ ഹോട്ടലുകൾ, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ, പിന്നെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, രാമക്ഷേത്രം വന്നതോടുകൂടി അയോധ്യ വലിയൊരു സാമ്പത്തിക സ്രോതസ് സോണായി മാറി. ഇപ്പോഴത്തെ കണക്കുകൾ വെച്ചുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഉത്തർപ്രദേശ് ഈ ഒരു ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ കുതിച്ചു കയറുകയാണ്. പിന്നെ വാരണാസിയുണ്ട്. അതുപോലെ ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ, അതന്ന് 3000 കോടി രൂപയ്ക്കാണ് പണ്ട് വെച്ചത്. അപ്പോൾ അന്ന് എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇന്ത്യയിൽ കക്കൂസില്ല, കിണറില്ല, കുളിമുറിയില്ല, വീടില്ല, തൊഴിലില്ല, 3000 കോടി രൂപ ആളുകൾ കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ അവർ 5000 കോടിയിലധികം രൂപ ഇപ്പം തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. 6-7 വർഷം കൊണ്ട് 5000 കോടി രൂപ അവർ ഗവൺമെൻറ് തന്നെ ടാക്സ് ഇനത്തിലും പല ഇനത്തിലും ഗവൺമെൻറ്റിന് തന്നെ കിട്ടി. 5000 കോടി രൂപ. ഇനിയും ഒരു 2026 ആകുമ്പോൾ 8000 കോടി ആവുമെന്നാണ് പറയുന്നത്. അത്രമാത്രം ടൂറിസ്റ്റുകളാണ് ദിവസവും അവിടെ വന്നിട്ടുള്ള ലേസർ ഷോയും. കാരണം വെറുതെ ഒരു സ്റ്റാച്ചു, നമ്മളിവിടുത്തെ പോലെ കാക്കത്തൂറ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അവിടെ വളരെ കൃത്യമായി അതിന് ലേസർ ഷോ, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ അതുപോലെ പിന്നെ നീന്താനുള്ള സംവിധാനം, ഒരുപാട് സ്പോർട്സ്, ആർട്സ്, കല എല്ലാം ഒരുപാട് ചേരുന്ന ഒരു വലിയ ഒരു മ്യൂസിയം ഒക്കെ ചേരുന്ന ആളുകൾക്ക് പോയി എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ രീതിയിലാണ് ഈ 3000 കോടി രൂപ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അല്ല ചുമ്മാ ഒറ്റ പ്രതിമ അങ്ങോട്ട് ചെയ്തിരിക്കുകയല്ല ചെയ്യുന്നത്. അതും കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊരു വലിയൊരു സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മേഖലയായി വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിനകത്ത് വോട്ട് രാഷ്ട്രീയവും കാണും. കാരണം BJP സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാമന് ക്ഷേത്രം പണിയുക എന്ന് പറയുന്ന അവരുടെ അജണ്ടയാണ്. സീതയ്ക്ക് ഇപ്പോൾ ക്ഷേത്രം പണിയുക എന്ന് പറയുന്നതാണ്. ഇനിയിപ്പോൾ ഹനുമാന് വലിയ ക്ഷേത്രം വരാൻ സാധ്യതയുണ്ട്, പിന്നെ ലക്ഷ്മണന് വരാൻ സാധ്യതയുണ്ട്, പിന്നെ ഇങ്ങനെ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. എല്ലാം വലിയ വലിയ ആളുകളാണല്ലോ, ചെറിയ ആൾ. പിന്നെ വാൽമീകിക്ക് ക്ഷേത്രം വരാം, ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രം മധുരയുണ്ട്, വലിയ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വലിയൊരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ലൈനിലേക്ക് ഇന്ത്യ വളരെ വലിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് രാഷ്ട്രീയ ഗുണം BJPക്കും സംഘപരിവാറിനും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉദാഹരണം പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അയോധ്യ പണിത് രാമക്ഷേത്രത്തിൻ്റെ പൂജയെല്ലാം കഴിഞ്ഞു. നരേന്ദ്രമോദി പോയി പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അയോധ്യയിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്, BJP അല്ല. UPയിലാകെ BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതും കൂടി ഒന്നറിഞ്ഞാൽ നന്നായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഈ സംവിധാനങ്ങളൊക്കെ വരട്ടെ, വലിയ പക്ഷെ അതെല്ലാം കൂടി വോട്ടായി മാറുമെന്ന് ഇന്ത്യൻ ജനതയെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ചുകൂടി വയസ്സായിട്ടാണ് ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുന്നത്.